നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ലിങ്കേജിൻ്റെ ഫിഗറാണ്. നമ്മൾ 2 ക്രോസ് നേരത്തെ പറഞ്ഞതാണ്, ക്രോസ് എ ആൻഡ് ക്രോസ് ബി. ക്രോസ് എയിലും ഇതുപോലെ ഫീമെയിൽ ആൻഡ് മെയിൽ ഡ്രോസോഫിലിനെയും ക്രോസ് ബിയിൽ ഫീമെയിൽ ആൻഡ് മെയിൽ ഡ്രോസോഫിലിനെ ചില ഫീച്ചേഴ്സ് വെച്ച് ക്രോസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. സോ ഇവിടെ പാരൻ്റലിൽ യെല്ലോ വൈറ്റ്, ക്രോസ് എ യെല്ലോ വൈറ്റ്, യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് കളറ് റെസസീവായിട്ടുള്ള ഫീമെയിൽ ഡ്രോസോഫിലിനെ വൈൽഡ് ടൈപ്പ്, നോർമൽ ഇതിൽ കാണുന്ന വൈൽഡ് ടൈപ്പ്, ഇത് മ്യൂട്ടൻ വെറൈറ്റിയാണ് നമ്മൾ പറഞ്ഞതാണ്. യെല്ലോ വൈറ്റ് എന്നുള്ളത്, വൈറ്റ് ഐ എന്നുള്ളത് മ്യൂട്ടൻ വെറൈറ്റി. സോ ഈ ഫീമെയിൽ ഡ്രോസോഫിലിനെ ഈ വൈൽഡ് ടൈപ്പ് മെയിൽ ഡ്രോസോഫിലായിട്ട് ക്രോസ് ചെയ്തു. അതുപോലെ തന്നെ ക്രോസ് ബിയിൽ ക്രോസ് ചെയ്തത് വൈറ്റ് ആൻഡ് മിനിയേച്ചർ വിങ്സ് ആണ്. വൈറ്റ് ഐഡ് ആയിട്ടുള്ള മിനിയേച്ചർ വിങ്സ് ഉള്ളതിനെ വൈൽഡ് ടൈപ്പ് മെയിലുമായിട്ട് ക്രോസ് ചെയ്തു. സോ ക്രോസ് എ ക്രോസ് ബി 2 ക്രോസുകളാണ്. ഇത് രണ്ടിലും നമ്മൾ F1 ജനറേഷൻ എടുത്തപ്പോൾ കണ്ടതാണ്. ഫീമെയിൽ വൈൽഡ് ടൈപ്പായി, അതുപോലെ മെയില് നമ്മുടെ ഈ ഫീമെയിലിന് മ്യൂട്ടൻ ടൈപ്പാണ് കിട്ടിയത്. ഇവിടെയും അതുപോലെ തന്നെ ക്രോസ് ബിയിലും അത് F1 ജനറേഷനിൽ കിട്ടിയത് വൈൽഡ് ടൈപ്പ് മെയിൽ എന്നുള്ളത് ഫീമെയിലായി, അതുപോലെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള മിനിയേച്ചർ വിങ്സ് ഉള്ള അത് മെയിലായിട്ട് സെക്സിലാണ്, എക്സ് ക്രോമസോമിലാണ് ചേഞ്ച് വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. F1 ജനറേഷനിൽ കിട്ടിയത് നമ്മുടെ ഈ പാരൻ്റൽ ജനറേഷനിൽ ഈ YW എന്നുള്ളതും ഇതും തമ്മിലാണ് ക്രോസ് ചെയ്തത്. ഈ യെല്ലോ അതുപോലെ ഈ ബ്ലൂ, ഈ യെല്ലോ വൈറ്റും ഈ വൈൽഡ് ടൈപ്പായിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ YW ആൻഡ് Y+W+. അതാണ് ഇത് Y+W വൈൽഡ് ടൈപ്പ്. അങ്ങനെയാണ് നമ്മുടെ ഫീമെയിൽ എന്തായത് വൈൽഡ് ടൈപ്പായത്. ഈ കാണുന്ന മേലെ കാണുന്ന ഇതും തമ്മിൽ ക്രോസ് ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ F1 ജനറേഷനിലെ ഫീമെയിൽ YW ആൻഡ് Y+W+. ഈ പ്ലസ് നമ്മൾ പറഞ്ഞു ഡോമിനൻ്റ് ട്രേറ്റ് ആണെന്ന്. അതുപോലെ തന്നെ അടുത്ത സാധ്യത, അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത സാധ്യത ഏതാണ്? ഈ പറഞ്ഞ യെല്ലോ ആൻഡ് ഈ വയലറ്റ്. ഈ കാണിക്കുന്ന ഷേപ്പ് Y ക്രോമസോമിൻ്റെയാണ്. ഈ ഷേപ്പ് Y ക്രോമസോമിന്. ഇതിൽ ആ ജീനുകൾ എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. സോ എക്സ് ക്രോമസോമിലാണ് കാണിക്കുന്നത്. സോ ഇതും കൂടിയുള്ള കോമ്പിനേഷനാണ് ഇവിടെ കാണിച്ചത്, ഈ യെല്ലോ ഈ വയലറ്റ്. സോ അങ്ങനെ അത് മെയിലായിട്ട് മാറി. അങ്ങനെയാണ് മെയിലിൽ യെല്ലോ വൈറ്റ് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് ബി എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ വൈറ്റ് മിനിയേച്ചറും വൈൽഡ് ടൈപ്പും ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആ സെക്സാണ് മാറിയത്. അപ്പോൾ ഈ പറഞ്ഞ യെല്ലോ, ഈ പറഞ്ഞ ബ്ലൂ, WM W+M+, അങ്ങനെ അത് വൈൽഡ് ടൈപ്പ് മെയിൽ എന്നുള്ളത് ഇവിടെ ഫീമെയിലായിട്ട് മാറി. അതേപോലെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ WMഉം ഈ വൈൽഡ് ടൈപ്പുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തു. രണ്ടാമത്തെ അങ്ങനെ ഇങ്ങനെ കിട്ടി. സോ ഇങ്ങനെയാണ് ക്രോസിങ് നടന്നത്. ഇതും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. അതുപോലെ ഈ രണ്ടാമത് കാണുന്ന ഇതും ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. അതുപോലെ തന്നെയാണ് ക്രോസ് ബിയിലും കിട്ടിയത്. ഇതും ക്രോസ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അതുപോലെ ഇതും ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ. അങ്ങനെ നമ്മുടെ F1 ജനറേഷനിൽ ജസ്റ്റ് ആ ജെൻഡർ ഡിഫറൻസ് ആണ്. മെയിൽ ഫീമെയിലായി, മെയിലിൻ്റെ ഫീച്ചർ ഫീമെയിലും ഫീമെയിലിൻ്റെ ഫീച്ചർ മെയിലിനും കിട്ടി. അങ്ങനെ കിട്ടിയ F1 ജനറേഷൻ, ക്രോസ് എയിലും ക്രോസ് ബിയിലും കിട്ടിയ F1 ജനറേഷൻ. ഫോർ എക്സാമ്പിൾ ക്രോസ് എയിൽ കിട്ടിയ F1 ജനറേഷനെ തമ്മിൽ ഈ ഗാമറ്റുകൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുത്തെഴുതി. സോ ഈ ഇൻഡിവിജ്വൽ ഗാമറ്റുകളെ നമ്മൾ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്കതിൻ്റെ F2 ജനറേഷൻ. സോ ഈ ഗാമറ്റുകൾ എങ്ങനെയൊക്കെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് ഇവിടെ കാണിച്ചേക്കണം. സോ അതിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ ക്രോസ് എയിൽ നമ്മൾ പറഞ്ഞു പാരൻ്റൽ കോമ്പിനേഷൻ 98.7ഉം റീകോമ്പനൻ്റ് 1.3% ആണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. നോക്കിയേ, ഈ Y ആൻഡ് W എന്ന് പറഞ്ഞ ജീനുകളും ഈ പറഞ്ഞ 2 ജീനുകളും ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഈ ക്രോമസോമിലെ ഈ Y എന്ന് പറഞ്ഞ യെല്ലോ കളറും അതുപോലെ വൈറ്റ് എന്ന് പറഞ്ഞ ജീനും വൈറ്റ് ഐയും യെല്ലോ ബോഡിയിൽ വൈറ്റ് ഐ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജീനുകൾ തമ്മിൽ വളരെ അടുത്തടുത്താണ്, ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. സോ ലിങ്കേജ് കൂടുതലാണ്. ഇവിടെ നോക്കിയ ക്രോസ് ബിയിൽ ഈ W ആൻഡ് M 2 ജീനുകൾ, ഒരു ക്രോമസോമിലുള്ള ഈ വൈറ്റ് ഐയും മിനിയേച്ചർ വിങ്ങുമുള്ള ഈ 2 ജീനുകൾ
കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ തമ്മിൽ അകലം കൂടുതലാണ്. സോ ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല. ഈ WM ജീൻ എന്ന് പറയുന്നത് ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല. ഇവിടെ നമുക്ക് കാണാം ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല. ഇവിടെ പക്ഷേ YW എന്ന് പറയുന്ന ജീനുകൾ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ക്ലോസ്ലി അസോസിയേറ്റഡ് ആകുമ്പോഴാണ് പാരൻ്റൽ ഫീനോടൈപ്പ്, അവിടെ ലിങ്കേജ് കൂടുമ്പോൾ പാരൻ്റൽ ഫീനോടൈപ്പ് കൂടുതലായിട്ട് കിട്ടുന്നു. അതേ ജീനുകൾ അങ്ങനെ തന്നെ വരുന്നു 98.7%. സോ ഇവിടെ അസോസിയേഷൻ ബിറ്റ്വീൻ ജീൻസ് WM കുറച്ചും കൂടി കുറവാണ്. അതായത് WM ജീനുകൾ തമ്മിൽ ലൂസ്ലി അസോസിയേറ്റഡ് ആണ്. അപ്പോൾ അവിടെ പാരൻ്റൽ ടൈപ്പ് ഇതിനേക്കാളും കുറവാണ് കിട്ടിയത്. സോ റീകോമ്പിനേഷൻ്റെ സാധ്യത ഇവിടെ കൂടുതലാണുള്ളത്. 62.8% പാരൻ്റലും റീകോമ്പിനേഷൻ 37.2 ആണ്. ഇവിടെ ജീനുകൾ അടുത്തടുത്തായതുകൊണ്ട് റീകോമ്പിനൻ്റ് ടൈപ്പ് കുറവാണ് കിട്ടിയത്. ബിക്കോസ് കൂടുതൽ പാരൻ്റൽ ജീനാണ്. റീകോമ്പിനൻ്റ് 1.3% കിട്ടിയുള്ളൂ. സോ ഇനി നമുക്കിത് എങ്ങനെയാണ് നോക്കുക. സോ ഈ പറഞ്ഞ F1 ജനറേഷനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗാമറ്റുകൾ നമ്മൾ എടുത്ത് എഴുതുകയാണ്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കിയേ. ഈ പറഞ്ഞ വയലറ്റ് ടൈപ്പ് കാണിക്കുന്ന ഈ പറഞ്ഞ ഈ ബ്ലൂവും ഇതും ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഗാമറ്റുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഇതും തമ്മിൽ ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ബ്ലൂവും ഈ വയലറ്റും പോലത്തെ വയലറ്റ് ടൈപ്പ് ആൻഡ് യെല്ലോ വൈറ്റ് അത് രണ്ടും തമ്മിലുള്ള Y+W+ഉം ഈ പറഞ്ഞ Y ഷേപ്പ്ഡ് ക്രോമസോമും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, പാരൻ്റൽ കോമ്പിനേഷനാണിത്. നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ബ്ലൂവും ഈ വയലറ്റും അതേ പാരൻ്റൽ കോമ്പിനേഷനാണ് ആ ഗാമറ്റിൽ വന്നത്. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കി. അടുത്തത് ഈ യെല്ലോ ആൻഡ് ഒരു വയലറ്റാണ് കിട്ടിയത്. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ പറഞ്ഞ യെല്ലോ ആൻഡ് വയലറ്റ്. സോ ഈ YW എന്ന് പറഞ്ഞതും ഈ യെല്ലോ വൈറ്റും നമ്മൾ കമ്പൈൻ ചെയ്താണിത്. YW ആൻഡ് യെല്ലോ വൈറ്റ്. മറ്റേതിൽ എന്തായിരുന്നു? Y+W+ഉം ഇതും. ഇങ്ങനെയുള്ള കോമ്പിനേഷനാണ് ഇത് ഇങ്ങനെ. പിന്നത്തെ ക്രോസിങ് ഇതും YWയും ഇതും തമ്മിലുള്ള ക്രോസിങ്ങാണ് ഇവിടെ കാണിച്ചത്. സോ ഇത് പാരൻ്റൽ ആയിട്ടുള്ള 98.7% മെജോറിറ്റി ആയിട്ടുള്ള പാരൻ്റൽ ഫീനോടൈപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പാരൻ്റലിന് കിട്ടുന്ന അതേ ഫീനോടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇതും തമ്മിലുള്ള പാരൻ്റൽ. ഇനി റീകോമിനൻ്റ് ടൈപ്പ് വളരെ കുറവായിട്ടാണ് ഇവിടെ കിട്ടിയത്. റീകോമിനൻ്റ് ടൈപ്പ് എന്തൊക്കെ സാധ്യത വന്നത് നോക്കിയേ. ഈ പറഞ്ഞ യെല്ലോയും അതിൽ നോക്കിയേ Y+W, ഈ പറഞ്ഞ Y+, ഈ പറഞ്ഞ ബ്ലൂവും ഈ ജീനില്ലേ ഈ ജീനും ഇതും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അതായത് ഇങ്ങനെയുള്ള കോമ്പിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതും തമ്മിലുള്ള കോമ്പിനേഷൻ. അതാണ് ആ ബ്ലൂവിൻ്റെ Y+ഉം പിന്നെ ആ Wയിലേക്ക് ഇത് കയറി. അപ്പോൾ Y+W ഇതിൻ്റെ കുറച്ചും ഇതും കൂടി ഇവർ തമ്മിൽ ക്രോസിങ് ഓവർ നടന്നിട്ടാണ് Y+, പിന്നെ റിമൈനിങ് ഈ W ഈ ഭാഗം അതാണ് ആ കോമ്പിനേഷൻ റീകോമ്പിനൻ്റ് ടൈപ്പ്. പിന്നെ താഴെ കാണുന്ന അതേ യെല്ലോ വൈറ്റ് കിട്ടിയത്. സോ ഇങ്ങനെ ഒരു റീകോമ്പിനേഷൻ ജസ്റ്റ് വളരെ കുറവ് മാത്രം. കാരണം അവർ തമ്മിലുള്ള ജീനുകൾ തമ്മിൽ അടുപ്പം വളരെ അടുത്തായത് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയതുകൊണ്ട് റീകോമ്പിനേഷൻ അത്രയും നടന്നുള്ളൂ. ഇതും തമ്മിൽ ഈ രണ്ട് ജീനുകൾ തമ്മിൽ. ഇനി അടുത്തൊരു റീകോമ്പിനേഷൻ്റെ സാധ്യത നമ്മൾ പറയണത് ഇതാണ്. ഈ പറഞ്ഞ ഇവർ തമ്മിലാണ് YW+, ഈ മേലെ കാണുന്ന Yയും ഈ താഴെ ഇവിടുത്തെ ജീനും അതുപോലെ ഇവിടുത്തെ ജീനും ഇവർ തമ്മിൽ ക്രോസിങ് ഓവർ ചെയ്തു. സോ ഈ Yയും അതെ ഈ Yൻ്റെ യെല്ലോൻ്റെ കുറച്ച് ഭാഗം അതുപോലെ ഈ W+ന്. സോ ഈ ജീനുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് അതിൻ്റെ റിമൈനിങ് പാർട്ട് വന്നു. ഈ Yൻ്റെ കുറച്ച് യെല്ലോ അതുപോലെ W, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള Y ക്രോമസോമും കൂടി കാണിച്ചു. ഇത്രയും 4 സാധ്യതകളാണ് ഉള്ളത് നമ്മുടെ F1 ജനറേഷനിലെ ഗാമറ്റുകളായിട്ട് എടുത്തെഴുതാണ്. സോ റീകോമ്പിനേഷൻ്റെ സാധ്യത വളരെ കുറവും പാരൻ്റൽ ടൈപ്പ് കൂടുതലാണ്. ഇനി ഇതേ F1 ഓഫ് സ്പ്രിങ്സിനെ കിട്ടിയ ആ ഗാമറ്റുകളെ വീണ്ടും നമ്മൾ പറഞ്ഞ എന്ത് ചെയ്തു? ഇൻ്റർക്രോസ് ചെയ്തു. ഇവരെ തമ്മിൽ ഇൻ്റർക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ പറഞ്ഞ F2 ജനറേഷൻ. സോ F2 ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ പാരൻ്റൽ ടൈപ്പിൽ ഇതേപോലെ Y+W+, ഈ പറഞ്ഞ കോമ്പിനേഷനും ഇതും തമ്മിലുള്ള കോമ്പിനേഷനാണ് കിട്ടിയത്. ഈ പറഞ്ഞ മേലത്തെയും ഇതും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇവിടെ കാണിച്ചത്. Y+W+ ആൻഡ് YW ഈ കോമ്പിനേഷൻ വൈൽഡ് ടൈപ്പ് കിട്ടി. ഇതും തമ്മിലുള്ള ക്രോസിങ് ഓവർ എന്നാണ്. അപ്പോൾ അങ്ങനെ പാരൻ്റൽ ടൈപ്പ് തന്നെ കിട്ടി. ഇനി അടുത്തതിൽ വീണ്ടും പ്യുവർ പാരൻ്റൽ കണ്ടീഷനാണ് കിട്ടിയത്. YW ഇതാണ് നമ്മുടെ പ്യുവർ പാരൻ്റൽ കണ്ടീഷൻ. യെല്ലോ വൈറ്റ് എന്ന് പറഞ്ഞത് കിട്ടി.
സോ പാരലൽ കോമ്പിനേഷൻ F2 ഇവർ തമ്മിൽ ഇൻ്റർക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. റീകോമ്പിനേഷൻ കിട്ടിയത് ഇതുപോലെയാണ്. Y പ്ലസ് W പ്ലസ് നമ്മളിവിടെ പറഞ്ഞ Y പ്ലസ് W പ്ലസ് ഈ ബ്ലൂവിൻ്റെ കുറച്ചും പിന്നെ ഇതിൻ്റെ യെല്ലോൻ്റെ കുറച്ച് ഭാഗം, ഈ Y പ്ലസ് W എന്ന് പറഞ്ഞ ഭാഗവും Y പ്ലസ് W എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പാരൻറ്റിൻ്റെ ഭാഗവും ഇതും തമ്മിലാണ് ക്രോസ് ചെയ്തത്. ഇതും തമ്മിൽ ക്രോസ് ചെയ്തതാണ് ഇവിടെ കിട്ടിയത് കാണിച്ചത്. പിന്നെ നമ്മുടെ പാരൻറ്റിൻ്റെ ഇതേപോലെ റീകോമ്പിനേഷൻ്റെ റേറ്റ് ഇതുപോലെ തന്നെ ഇതും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത് യെല്ലോ. സോ റീകോമ്പിനേഷൻ റേറ്റ് വളരെ കുറവും പാരൻ്റൽ ഫിനോടൈപ്പ് വളരെ കൂടുതലും കിട്ടി. അതിന് കാരണം ഈ Y ആൻഡ് W ജീനുകൾ തമ്മിൽ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. സോ ലിങ്ക്ഡ് ജീൻസുകളാണ് അവർ. അതുകൊണ്ട് റീകോമ്പിനേഷൻ റേറ്റ് കുറവും പാരൻ്റൽ ഫിനോടൈപ്പ് കൂടുതലായിട്ട് വന്നു. ബിക്കോസ് ഈ പറഞ്ഞ ജീനുകൾ ഒരുമിച്ചേ വരുന്നുള്ളൂ. ഇവർ തമ്മിൽ ക്ലോസ്ലി അസോസിയേഷൻ ഉള്ളത് പാരലൽ ടൈപ്പ് ഫ്രീക്വൻസി കൂടുതലും റീകോമ്പിനേഷൻ്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം ക്രോസ് ബിയിൽ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ F1 ഈ പറഞ്ഞ മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രം. സോ ഇവിടെ മെയിലായിരുന്ന വയലറ്റ് ടൈപ്പ് ഇവിടെ കിട്ടി. സോ ഫീമെയിലായിരുന്ന വൈറ്റ് മിനിയേച്ചർ മെയിലിനും കിട്ടി. ഇനി ഇതുപോലെ ഈ ഗാമറ്റുകളെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്തപ്പോഴും ഇവിടെയും പാരൻ്റൽ ആൻഡ് റീകോമ്പിനൻ്റ് ടൈപ്സ് കിട്ടി. ഈ പാരൻ്റൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് നോക്കിയേ, ഈ പറഞ്ഞ ഈ ബ്ലൂവും ഈ വയലറ്റും അതാണ് ഇവിടെ കാണിച്ച പാരൻ്റൽ. ഇതും നമ്മൾ കമ്പൈൻ ചെയ്താണ് ഈ പറഞ്ഞ കാണിച്ചത്. അതുപോലെ അടുത്തത് ഈ പറഞ്ഞ യെല്ലോ ആൻഡ് ഇങ്ങനെ ക്രോസ് ചെയ്തു. ഇതും നമ്മൾ ക്രോസ് ചെയ്തതാണ് ഈ പറഞ്ഞ വൈറ്റ് ആൻഡ് മിനിയേച്ചർ. സോ ഇതും തമ്മിലുള്ളത് ഇതാണ് W പ്ലസ് M പ്ലസ്. അതുപോലെ WM ഇതും തമ്മിലുള്ളതാണ് WM ആൻഡ് Y ഷേപ്ഡ് ക്രോമസോം. ഇനി അടുത്ത റീകോമ്പിനൻ്റ് ടൈപ്പ് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കിയാൽ ഈ പറഞ്ഞ ഗാമറ്റുകളിൽ കിട്ടിയത് റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത. ഇവർ W M തമ്മിലുള്ള ജീനുകൾ ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല, ലൂസ്ലി അസോസിയേറ്റഡ് ആണ്. ഇവർ തമ്മിലുള്ള അകലം കൂടുതലാണ്. സോ ലിങ്കേജ് കുറവാണ്. ഇവിടെ ലിങ്കേജ് കൂടുതലാണ്, ഇവിടെ ലിങ്കേജ് കുറവാണ്. സോ റീകോമ്പിനേഷൻ്റെ സാധ്യത ഇവിടത്തേക്കാളും കൂടുതലാണ്. സോ 1.3നേക്കാളും കൂടുതൽ 37.2% ആണ് ഇവിടെ റീകോമ്പിനൻ്റ് കിട്ടിയത്. സോ അവിടെ കിട്ടിയ റീകോമ്പിനൻ്റ് ഈ പറഞ്ഞ പോലെയാണ്. ഈ പറഞ്ഞ ബ്ലൂവും അതായത് W പ്ലസ് M പ്ലസിൻ്റെ ഈ സാധനവും അതുപോലെ ഈ WM ഇതും തമ്മിലാണ് ക്രോസ് ചെയ്തത്. സോ അവിടെ കിട്ടിയത് ഈ W പ്ലസിൻ്റെ പകുതി ബ്ലൂവിൻ്റെ ഭാഗം കിട്ടി. അതുപോലെ ഇതിൻ്റെ ഭാഗം ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇത് പോയി. ഇനി ബാക്കിയുള്ള റിമൈനിങ് M. അങ്ങനെയാണ് W പ്ലസ് M, ഈ W പ്ലസ് ആൻഡ് M. അപ്പോൾ ഈ ബ്ലൂവും ഈ യെല്ലോയും തമ്മിൽ കമ്പൈൻ ചെയ്താണ് ഇത് കാണിച്ചത്. പിന്നെ അതിൻ്റെ താഴത്തെ Y ഷേപ്ഡ് അങ്ങനെയാണ്. ഇനി അടുത്ത റീകോമ്പിനൻ്റ് ടൈപ്പ് കിട്ടിയത് നോക്കാം നമുക്ക്. ഇതുപോലെ ഈ പറഞ്ഞ ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻ W ആൻഡ് M. WM എന്നുള്ളത് ക്രോസ് ചെയ്ത് താഴേക്ക് വരും. ഈ പറഞ്ഞ ഇതും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. സോ W ആൻഡ് M പ്ലസ് അതാണ് ഇവിടെ കിട്ടിയത്. പിന്നെ അതിൻ്റെ താഴത്തെ ഇതും കൂടി ക്രോസ് ചെയ്തു. ഈ യെല്ലോ ഈ കാണിക്കുന്ന ബ്ലൂവും തമ്മിൽ ഈ W ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് M പ്ലസ് ആയി. സോ കുറച്ച് യെല്ലോൻ്റെ ഭാഗം, ബാക്കി റിമൈനിങ് ഈ ബ്ലൂവിൻ്റെ ഭാഗം, കുറച്ച് യെല്ലോൻ്റെ ഭാഗം, ബാക്കി റിമൈനിങ് ബ്ലൂവിൻ്റെ ഭാഗം, പിന്നെ അതിൻ്റെ താഴെയുള്ള Y ഷേപ്പ്. സോ റീകോമ്പിനൻ്റ് ഫ്രീക്വൻസി കൂടുതലായിരുന്നു കമ്പാരിറ്റീവ്ലി ഇതിനെ സംബന്ധിച്ച്. ബിക്കോസ് ഇവിടെ ക്ലോസ്ലി അസോസിയേറ്റഡ് ജീൻസ് ആണ് ഓൺ എ ക്രോമസോം. ഇവിടെ അത്രയും ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല, അപ്പോൾ ലിങ്കേജ് കുറവാണ്, റീകോമ്പിനേഷൻ കൂടുതലാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗാമറ്റുകളെ F1 ഗാമറ്റുകളെ ക്രോസ് ചെയ്തപ്പോഴാണ് F2 ജനറേഷൻ കിട്ടിയത്. F2 ജനറേഷനിലും ഇതുപോലെ തന്നെയാണ്. പാരൻ്റൽ ടൈപ്പും കിട്ടിയിട്ടുണ്ട്, റീകോമ്പിനൻ്റ് ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ഈ W പ്ലസ് M പ്ലസ് ഈ പറഞ്ഞ ഈ ബ്ലൂവും പിന്നെ അതിൻ്റെ താഴെ കാണുന്ന WM ഇതും നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലൂവും ഈ യെല്ലോ കാണിച്ച പോലെ തന്നെ ഈ ബ്ലൂവും അതുപോലെ യെല്ലോ ആ ഒരു കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ പാരൻറ്റിൻ്റെ അതേ കോമ്പിനേഷൻ ഇവിടെ കിട്ടി. യെല്ലോ വൈറ്റ് കിട്ടിയ പോലെ ഇവിടെ വൈറ്റ് മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ആ കോമ്പിനേഷൻ പാരൻ്റൽ കോമ്പിനേഷൻ. ഇത് രണ്ടും പാരൻ്റൽ കോമ്പിനേഷനാണ്. റീകോമ്പിനൻ്റ് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ W പ്ലസ് M എന്ന് പറഞ്ഞ കോമ്പിനേഷനും ഈ പറഞ്ഞ ഇതും തമ്മിൽ ക്രോസ് ചെയ്തു. ഇതും തമ്മിൽ ഈ W പ്ലസ് എമ്മും ഈ WM W പ്ലസ് എമ്മും WM അങ്ങനെ മിനിയേച്ചർ ഫോം കിട്ടി. അടുത്ത റീകോമ്പിനേഷൻ
ഫ്രീക്വൻസി എന്നത് WM+. നമ്മുടെ WM+, ഈ പറഞ്ഞ യെല്ലോ ആൻഡ് ബ്ലൂവിൻ്റെ ഭാഗവും അതുപോലെ അതിൻ്റെ ഇതുമായിട്ട് ക്രോസ് ചെയ്തു. ഏതാണ്? W. ഇതും തമ്മിലുള്ള കോമ്പിനേഷൻ WM+ ആൻഡ് WM, ഇതും തമ്മിൽ. അങ്ങനെ വൈറ്റ്, സോ മിനിയേച്ചർ റീകോമ്പിനേഷനും വൈറ്റ് റീകോമ്പിനേഷനും കിട്ടി. അങ്ങനെ 37.2 റീകോമ്പിനൻ്റ് കിട്ടി. സോ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഗാമറ്റുകൾ ഫോം ചെയ്യുന്നതൊന്നും നോക്കിയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ഓഫ്സ്പ്രിങ്സുകളെ നോക്കിയിട്ട് ഒട്ടും തന്നെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജീനുകൾ തമ്മിൽ അടുത്തടുത്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ Y ആൻഡ് W ജീനുകൾ, ഈ 2 ജീനുകൾ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ, യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ജീനുകൾ അടുത്തടുത്താണെങ്കിൽ ലിങ്കേജ് കൂടുതലായിരിക്കും. അപ്പോൾ പാരൻ്റൽ ഫിനോടൈപ്പ് കൂടുതൽ കിട്ടുകയും റീകോമ്പിനേഷൻ്റെ സാധ്യത വളരെ കുറയുകയും ചെയ്തു. അതുകൊണ്ട് 1.3% ഉള്ളൂ. അതേസമയം ജീനുകൾ തമ്മിലുള്ള അകലം അടുത്തല്ല, അകലെയാണെന്നുണ്ടെങ്കിൽ, ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, WM അകലെയാണ്, നമുക്ക് കാണാം, ഇതിനെ വെച്ച് നോക്കുമ്പോൾ ജീനുകൾ അകലെയാണ് എങ്കിൽ അവർ തമ്മിലുള്ള ലിങ്കേജ് കുറവായിരിക്കുകയും പാരൻ്റൽ ഫിനോടൈപ്പിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ കൂടുതൽ റീകോമ്പിനൻ്റ് ടൈപ്പ് കിട്ടും. ഇതിനേക്കാളും കൂടുതൽ റീകോമ്പിനേഷൻ കിട്ടണമെങ്കിൽ ഈ ജീനുകൾ തമ്മിലുള്ള അകലം കൂടും. സോ ജീനുകളുടെ അകലം കൂടിയാൽ മാത്രമേ, ഒരു ക്രോമസോമിലെ ജീനുകൾ അകലം കൂടിയാൽ മാത്രമേ, ലിങ്കേജ് കുറഞ്ഞാൽ മാത്രമേ, സ്ട്രെങ്ത് ഓഫ് ദ ലിങ്കേജ് കുറഞ്ഞാൽ മാത്രമേ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കിട്ടുള്ളൂ. സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയുകയും പാരൻ്റൽ ഫിനോടൈപ്പ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.